ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിലപാടാണ് വാസ്തവത്തിൽ. അത് വലതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ്, ആയിരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനൊക്കെ പിന്നിൽ അതിന്റെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന അധികം അതിൽ പ്രവർത്തിച്ച ഈ തരത്തിലുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകളാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യം, ഈ സ്ത്രീകൾ വളരെ ഗണ്യമായ തോതിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹിന്ദുത്വത്തിനെതിരായ യുദ്ധം ഒരു ഏകമുഖമായ യുദ്ധമല്ല, അനേകം സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് മാത്രമേ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ. എല്ലാറ്റിനെയും എതിർക്കേണ്ടതാണ്, പക്ഷേ ഒരു ആദ്യത്തെ അടി വീഴേണ്ടത് ഈ ഈ വലതുപക്ഷ ഹിന്ദുമത വർഗീയതയിൽ. ന്യൂനപക്ഷ വർഗീയത ഏറിയാൽ വിഭജനത്തിലേക്കേ നയിക്കുകയുള്ളൂ, എന്നാൽ ഭൂരിപക്ഷ വർഗീയത ഫാസിസത്തിന്റെ ഉറച്ച അടിത്തറയാണ് എന്ന്. അഷ്ടമിരോഹിണി ഉണ്ടായിരുന്നു, അമ്പലങ്ങളിലൊക്കെ ചെറുതായിട്ടാകും, അതിപ്പോൾ വലിയ തോതിൽ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് മാറുന്നു, ശോഭായാത്രകൾ നടക്കുന്നു. ഒരു കാലത്തും ഇന്ത്യയെ നാം വലതുപക്ഷവൽക്കരിക്കുകയില്ല എന്ന്, കേരളത്തെ നാം ഈ പ്രതിലോമ ശക്തികളിൽ നിന്ന് രക്ഷിച്ചു നിർത്തുമെന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക. കേരളം പോലെ താരതമ്യേന മതേതരമായ ഒരു നാട്ടിൽ പോലും ഈ മതവർഗീയത വേരു പിടിക്കുന്നു എന്നതിൻ്റെ ഭീഷണമായൊരു ഉദാഹരണമാണ്. എതിർക്കപ്പെടാത്ത എഴുത്തുകാർ എന്തോ സത്യം പറയാത്തവരാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ ഭീകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എഴുത്ത് ഒരു കരിയറായി മാറുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഒരു തരത്തിലുള്ള കരിയറിസം, അല്ലെങ്കിൽ തൻ്റെ പുസ്തകം ധാരാളമായി വിൽക്കപ്പെടണം, മറ്റു പല അതിൻ്റെ ഉള്ളടക്കത്തെക്കാളേറെ ആ തരത്തിലുള്ളൊരു ആഗ്രഹം ഒരുപക്ഷെ കുറേ എഴുത്തുകാരിലെങ്കിലും കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയാൽ കൂടുതൽ വായിക്കപ്പെടും എന്നുള്ളൊരു ധാരണയിൽ പലപ്പോഴും എത്തിപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഈ തരത്തിലൊരു അരാഷ്ട്രീയവൽക്കരണം എന്ന് തന്നെ അതിനെ വിളിക്കാം. ജനാധിപത്യത്തെക്കുറിച്ച് ഉള്ള ഏറ്റവും നല്ല നിർവചനങ്ങളിലൊന്ന് അദൃശ്യരായ മനുഷ്യരെ ദൃശ്യരാക്കുകയും നാം ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് അത് എന്നാണ്. പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹിയുമായ കേരളത്തിന്റെ പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മാഷാണ് ഇന്ന് ഡോൾ ടോക്കിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. എഴുത്തിന്റെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ഗൗരവമായ മറ്റു ചില വിശേഷങ്ങളും നമുക്ക് മാഷിനോട് തന്നെ ചോദിച്ചറിയാം. മാഷെ, സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു കൾച്ചറൽ ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബുക്ക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ബുക്ക് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരുപാടുകൾ വന്നിട്ടുണ്ട്. അതായത് കേരളത്തിലും ശരി, കായലും ശരി, ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ പുതിയൊരു വിഭാഗത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുതിയ വായനയെ സ്വാധീനിക്കും? സാഹിത്യ ഉത്സവങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഓരോ വർഷവും പുതിയ പുതിയ ഉത്സവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉത്സവങ്ങളുടെ ഒരു സവിശേഷത വായനക്കാർക്ക് അവർ പലപ്പോഴും വായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നതാണ്. അപ്പോൾ വായനയിലൂടെ അവർ അറിഞ്ഞ ആളുകൾ ആകണമെന്നില്ല അവർ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകൾ. ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ വ്യക്തിത്വത്തെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു സൗകര്യം ലഭിക്കുന്നു എന്നതാണ് സാഹിത്യോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോജനമെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ മിക്കവാറും സാഹിത്യോത്സവങ്ങൾ പുസ്തകോത്സവങ്ങൾ കൂടിയാണ്. അവർക്ക് പുസ്തകങ്ങൾ വാങ്ങാനും തിരഞ്ഞെടുക്കാനും നേരിട്ട് കാണാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ആമസോണിൽ നിന്നും മറ്റും വാങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് തന്നെ പുസ്തകങ്ങൾ മറിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം. ആ തരത്തിലുള്ള അവസരങ്ങൾ ബുക്ക് സ്റ്റാളുകൾ മാത്രമേ ഇപ്പോൾ നൽകുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിലൂടെ ആ തരത്തിൽ പുസ്തകങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും വാങ്ങാനുമുള്ളൊരു സൗകര്യം ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് കറണ്ടായിട്ടുള്ള, അത് ഇന്ന് പ്രചാരത്തിലുള്ള ആശയങ്ങൾ, ഇന്ന് നടക്കുന്ന പല രീതികളിലുള്ള സംവാദ വിവാദങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള എഴുത്തുകാരുടെയും മറ്റും അഭിപ്രായങ്ങളും സമീപനങ്ങളും അറിയാനുള്ള ഒരു അവസരം കൂടിയായി ഈ ഫെസ്റ്റിവലുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. നാലാമതായി ഏറ്റവും അദൃശ്യമായൊരു പ്രയോജനം അതിനുള്ളത് എഴുത്തുകാരും വായനക്കാരും വേദിയിൽ നിന്ന് പുറത്ത് പരസ്പരം കാണുകയും സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിനുള്ളൊരു അവസരം ഫെസ്റ്റിവലുകൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പുതിയ കാല വായന അല്ലെങ്കിൽ പുതിയ കാല എഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രമേയ സ്വീകരണത്തിലും ഭാഷയിലും ഉപയോഗിക്കുന്ന വാക്കുകളിലെല്ലാം തന്നെ ധാരാളമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് ഭാഷ എന്നത് ചലനാത്മകം എന്നതുപോലെ തന്നെ നമ്മുടെ സാഹിത്യവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാല വായനയെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു വായനക്കാരൻ എന്ന നിലയിലും മാഷിങ്ങനെ നോക്കുകയാണ്.
പുതിയ കാലത്തും ധാരാളമായ വായന നടക്കുന്നുണ്ട്. രണ്ട് തരം മാറ്റങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ഒന്ന്, പുസ്തകങ്ങളിൽ നിന്ന് ഒരു ചെറിയ വിഭാഗമെങ്കിലും ഈ റീഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ആയിട്ടുള്ള വായന, അല്ലെങ്കിൽ ആ, ഈ ഓഡിയോ ബുക്സ്, അതെല്ലാം കൂടുതലായിട്ട് പ്രചാരത്തിൽ വരുന്നുണ്ട്. അത് ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നോവലോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും പുസ്തകമോ കേൾക്കാം എന്നുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് റീഡിങ്ങിന്റെ ഒരു മെച്ചം, അനേകം പുസ്തകങ്ങൾ യാത്രയിലൊക്കെ കൊണ്ടു നടക്കുന്നതിന് പകരം ഒരൊറ്റ ഉപകരണം, കിൻഡിൽ പോലുള്ള ഒരു ഉപകരണം കൊണ്ടു നടന്നാൽ മതി എന്ന മെച്ചമുണ്ട്. അപ്പോൾ അത് വാസ്തവത്തിൽ വായനയ്ക്ക് എതിരായ ഒരു കാര്യമല്ല, വായനയുടെ രീതി മാറുന്നു എന്നേ ഉള്ളൂ. പഴയ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം സ്വാഭാവികമാണ്. പുസ്തകങ്ങൾ തിരിച്ചു വരുന്നു എന്നൊക്കെ സമീപകാലത്ത് ചിലർ പറയുന്നുണ്ട്. അത് പുസ്തകത്തിന്റെ സ്പർശം, അതിന്റെ ഗന്ധം, അങ്ങനെയുള്ള പല ഇന്ദ്രിയാനുഭൂതികൾ പുസ്തകം നൽകുന്നത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെക്കാളേറെ അതിന്റെ ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഭാഷ കുറെ കൂടി ലളിതമാകുന്നു. സാധാരണ വായനക്കാർക്ക്, അല്ലെങ്കിൽ വായനയിലേക്ക് ആദ്യമായി കടന്ന് വരുന്നവർക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ കൂടുതലായിട്ട് ഇപ്പോഴുണ്ടാകുന്നുണ്ട്. അത്തരം പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. അത് എല്ലാ അഭിരുചികളെയും തൃപ്തിപ്പെടുത്തുമോ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. അല്ലെങ്കിൽ കാലത്തെ അതിജീവിക്കുമോ ഈ പുസ്തകങ്ങൾ മുതലായ വളരെ ഗൗരവമേറിയ ചോദ്യങ്ങളാണ്. അത് കാലം തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറയുക. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുന്നു ആളുകൾ എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിലൂടെ അവർ ക്രമേണ മറ്റു പുസ്തകങ്ങളിലേക്കും കൂടുതൽ ഗൗരവമുള്ള പുസ്തകങ്ങളിലേക്കും ഒക്കെ കടന്നു പോകാം. കാരണം പലരും വായന ആരംഭിക്കുന്നത് ക്രൈം ത്രില്ലറുകളിൽ നിന്നോ അല്ലെങ്കിൽ സാധാരണ റൊമാൻറ്റിക് നോവലുകളിൽ നിന്നോ ഒക്കെയാണ്. അവിടെ നിന്ന് ഡോസ്റ്റോയെവ്സ്കിയിലേക്കും അല്ലെങ്കിൽ ഒ.വി. വിജയനിലേക്കും ഒക്കെ സഞ്ചരിച്ച ഒരുപാട് വായനക്കാർ നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരുടെ ഭൂരിഭാഗവും അങ്ങനെയാണ്. ആ രീതിയിൽ വായനയ്ക്ക് ഒരു ഇനീഷ്യേറ്റീവ്, അതിനൊരു തുടക്കം കുറിക്കാൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വളരെ സഹായകമാണ്. പ്രമേയത്തിൽ തന്നെ നമുക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് മുമ്പുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് നമ്മുടെ പ്രമേയ സ്വീകരണങ്ങളെല്ലാം തന്നെ മാറുന്നത്. ഇപ്പോൾ കടമ്മനിട്ടയുടെ കവിതകൾ പോലെ, കടമ്മനിട്ട നമ്മൾ ശക്തിയുടെ കവി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രമേയമോ അത്തരത്തിലുള്ള ഒരു ഭാഷയോ ഇപ്പോഴത്തെ ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ എഴുത്തിലൊക്കെ തന്നെ നമുക്ക് വളരെ റെയറായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിപ്പോ മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയല്ലേ? മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു അഭാവം അത്തരത്തിലുള്ള പല പുസ്തകങ്ങളിലും രാഷ്ട്രീയ ബോധത്തിന്റെ അഭാവമാണ്. എല്ലാ പുസ്തകങ്ങളെയും കുറിച്ച് ഞാൻ പറയുകയില്ല. ഇപ്പോൾ ഞാൻ ഹരിത സാവിത്രിയുടെ സിൻ എന്നുള്ള പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഷീല ടോമിയുടെ 2 പുസ്തകങ്ങളും, ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള പുസ്തകം ഉൾപ്പെടെയുള്ള വല്ലി മുതലായ പുസ്തകങ്ങൾ. അപ്പോൾ അതിലൊക്കെ അവർ വളരെ കാര്യമായ യഥാർത്ഥമായ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. കാശ്മീരിന്റെ അവസ്ഥ, കുർദുകളുടെ അവസ്ഥ, ഫലസ്തീനിന്റെ അവസ്ഥ, ഇതെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എഴുത്തും ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് താൽക്കാലികമായ വായനയ്ക്ക് മാത്രം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ സ്പർശിക്കാത്ത മറ്റൊരു തരത്തിലുള്ള എഴുത്തും വളർന്നു വരുന്നുണ്ട്. ഇതിലേത് എഴുത്ത് അതിജീവിക്കും എന്ന് ഇപ്പോൾ പറയാറായില്ലെങ്കിലും ഞാൻ വ്യക്തിപരമായി ഇഷ്ടപ്പെടുക ഇപ്പൊ ഷീലയുടെയോ അല്ലെങ്കിൽ ഈ ഹരിതയുടെയോ ഒക്കെ എഴുത്തിൽ കാണുന്ന പോലെ, അത് അനേക ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഒരുപാട് പുരുഷ എഴുത്തുകാരുണ്ട് ഈ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് മല്ലടിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് എഴുത്തുകാർ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു എഴുത്തിനെയാണ് വ്യക്തിപരമായി ഞാൻ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുക. അതേസമയം ഞാൻ പറഞ്ഞതുപോലെ മറ്റ് പുസ്തകങ്ങൾക്കും ക്രമേണ ഇത്തരം പുസ്തകങ്ങളിലേക്ക് വായനക്കാരെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ പുസ്തകത്തിലെ പ്രമേയത്തെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ പ്രധാനമായിട്ടും എഴുത്തുകാർ സ്വത്ത രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ എഴുതി തുടങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അതിപ്പോൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റുമോ എന്നറിയില്ലെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് ആയാലും ശരി, എത്നിക്കായാലും ശരി, അത്തരത്തിലുള്ള എഴുത്തുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആദിയുടെ പെണ്ണപ്പൻ പോലെയുള്ള പുസ്തകങ്ങളെല്ലാം ശരി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം, അത് പുരോഗമനപരമായിട്ടുള്ളൊരു മാറ്റം, ഇത്തരത്തിലുള്ള എഴുത്തുകാർ മുന്നോട്ട് വരുന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നു സമീപകാലത്ത് മലയാള സാഹിത്യത്തിലുണ്ടായ ഏറ്റവും ആശാവഹമായ പരിവർത്തനങ്ങളിൽ ചിലത് ഇത്തരമുള്ള എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും വരവാണ്. നമുക്ക് സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീവാദ സാഹിത്യം, അതായത് സാറ ജോസഫ് മുതലെങ്കിലും, അല്ലെങ്കിൽ അതിനു സരസ്വതിയമ്മ മുതൽ തന്നെ അതുണ്ടെങ്കിലും സാറ ജോസഫ് മുതലെങ്കിലും അത് ശക്തമായൊരു ധാരയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സമീപകാലത്ത് ദളിത് സാഹിത്യം അതിന് തൊട്ടുപിറകെ വന്ന വളരെ ശക്തമായ ഒരു ധാരയാണ്. ദളിത് ആത്മകഥകളുണ്ടായി, നോവലുകളുണ്ടായി, കവിതകളുണ്ടായി.
അതിന് പിറകെ വന്ന ഒന്നാണ് ആദിവാസി സാഹിത്യം. ആദിവാസികൾ സ്വന്തം ഭാഷയിൽ തന്നെ പലപ്പോഴും എഴുതുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മലയാള പരിഭാഷയോടുകൂടി സ്വന്തം കവിതകൾ. വരഞ്ചാലിക ദേപ്പൽ, ഒരുപാട് എഴുത്തുകാരുടെ പേരുകൾ പറയാൻ കഴിയും. നാരായണനൊക്കെയാണ് അതിൽ പക്ഷെ തുടങ്ങി വെച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആദിവാസി സാഹിത്യം വരുന്നു. അതോടൊപ്പം LGBTQI വിഭാഗത്തിൽപ്പെട്ട ആൾ, വിജയരാജ മല്ലികയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആനസോ, ഇങ്ങനെയുള്ള ആദിയോ, ഇങ്ങനെയുള്ള ഒരുപാട് പേർ പ്രധാനമായും കവിതയിലൂടെയും ചിലപ്പോഴൊക്കെ കഥകളിലൂടെയും ഒക്കെ തന്നെ സ്വയം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ജനാധിപത്യത്തെക്കുറിച്ച് ഉള്ള ഏറ്റവും നല്ല നിർവചനങ്ങളിൽ ഒന്ന് അദൃശ്യരായ മനുഷ്യരെ ദൃശ്യരാക്കുകയും നാം ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് അത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ഈ തരത്തിലുള്ള എഴുത്തുകൾക്ക് സാഹിത്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളാണ്. LGBTQI നിന്ന് നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള എഴുത്തുകാരുണ്ടായിരുന്നില്ല. ഇപ്പൊ ശ്രീധർശ്യാമും വിജയരാജമല്ലിയൊക്കെ രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടി ആ രംഗം ആകെ സജീവമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദളിത് എഴുത്തുകാരെ കടന്നുവരവ്, ആദിവാസി എഴുത്തുകാരെ കടന്നുവരവ്, ചെറിയ ചെറിയ പ്രദേശങ്ങളെക്കുറിച്ചുള്ള പുതിയ എഴുത്ത്, ഇങ്ങനെയുള്ള എഴുത്തുകൾ തീർച്ചയായിട്ടും സാഹിത്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്നുണ്ട്. അതിനെ വേറൊരർത്ഥത്തിൽ, വിശാലമായൊരർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അതിൻ്റെ ഒരു ഡീപ്പർ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇടത് വലത് മുതലായാലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്ത്രീയുടെ രാഷ്ട്രീയമുണ്ട്, ലിംഗരാഷ്ട്രീയം എന്ന സ്ത്രീയുടെയും LGBTQ രാഷ്ട്രീയത്തിന് പറയാം, പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ, മാനങ്ങൾ പുതിയ എഴുത്തിലുണ്ടാവുന്നു എന്നത് വളരെ പ്രത്യാശാവഹമായ ഒരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇടത് സാഹിത്യ മേഖല, അല്ലെങ്കിൽ ഇടത് ആശയങ്ങൾ പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ കേവലം അത് മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ന ഭാഷയിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഇടത് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര എഴുത്തുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ എത്രത്തോളം പ്രസക്തമാണ് ഇടത് ആശയം സാഹിത്യത്തിലായാലും കലയിലായാലും? തീർച്ചയായും ഇടത് ആശയം എന്ന് പറയുന്നത് വിശാലമായ ഒരർത്ഥത്തിൽ ഇന്നത്തെ അസമത്വം നിറഞ്ഞ ലോകത്തിന് പകരം സമത്വപൂർണമായ മനുഷ്യർക്ക് പൂർണ്ണമായും മനുഷ്യരാകാനും അവരുടെ സൃഷ്ടിപരമായ വശങ്ങളെ പ്രകാശിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ലോകത്തിലേക്കുള്ള മാറ്റത്തെ സ്വപ്നം കാണുന്ന ഒരു സാഹിത്യമാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇടത് സാഹിത്യത്തിന് എല്ലാ കാലത്തും വലിയ തോതിലുള്ളൊരു പ്രസക്തിയുണ്ട്. നമ്മൾ പാബ്ലോ നെരൂദയൊക്കെ പറ്റി കേൾക്കുന്നു, മാർക്കേസിനെ പറ്റി കേൾക്കുന്നു. അതിന് പിറകെ വരുന്ന ഒരുപാട് എഴുത്തുകാർ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തന്നെ പല ഭാഷകളിൽ നിന്നും ഒക്കെ ഉണ്ടായി വരുന്നു. അപ്പോൾ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ വിശാലമായ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് എഴുത്തുകാർ തങ്ങളുടെ എഴുത്തുകളിലൂടെ ചെയ്യുന്നത്. ആ വിളിച്ചു പറയൽ വളരെ പ്രധാനമാണ്. എഴുത്തുകാരുടെ ശബ്ദം വളരെ ദുർബലമായിരിക്കാമെങ്കിൽ പോലും ഓരോ സമൂഹത്തിലും അത്തരം ധാരാളം എഴുത്തുകാരുണ്ടാവുന്നതോടെ അത് ജനങ്ങളുടെ തന്നെ ബോധത്തിൽ മാറ്റം ഉണ്ടാക്കുകയും ആ ബോധത്തിലെ മാറ്റം പ്രവൃത്തിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകം യഥാർത്ഥമായി തന്നെ മാറുന്നത്. അതുകൊണ്ട് അതിൻ്റെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും വലതുപക്ഷം ലോകത്തെ കീഴടക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള ഇടതുപക്ഷ സാഹിത്യം പണ്ടത്തെ അപേക്ഷിച്ച് ശക്തമാണെന്നൊരു അഭിപ്രായമുണ്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് വീക്കായി പോയിട്ടുണ്ടോ? മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറയുക, ഇപ്പോൾ ജീവൽ സാഹിത്യത്തിന്റെ കാലത്ത് ഇപ്പോൾ തകഴിയും മുറൂബും ബഷീറും കേശവദേവും പൊറ്റക്കാട്ടും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ശങ്കരക്കുറുപ്പും ചങ്ങമ്പുഴയും വള്ളത്തോളും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന, എടശ്ശേരി പിന്നീട് വയലോപ്പള്ളി എടശ്ശേരിയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പിറകോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. അതിന് പിന്നീട് ഒരു പുനരുജ്ജീവനം ഉണ്ടായത് നമ്മൾ പലപ്പോഴും 70-കൾ എന്ന് സംക്ഷിപ്തമായി പറയുന്ന ആ കാലത്താണ്. ആ കാലത്ത് കവിത രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു, കഥ രാഷ്ട്രീയം, M. സുകുമാരൻ, പട്ടത്തുളക്കാരനാകാരൻ, K. ശങ്കരപിള്ള, ഞങ്ങൾ ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ കവിതയിലും കഥയിലും പുതിയ രൂപങ്ങളും പുതിയ ഭാവങ്ങളും കൊണ്ടുവന്നു. അത് ഒരു സാമൂഹ്യ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ രചനകൾ വളരെ കാര്യമായി ഉണ്ടായി. ഒരു വലിയ ഉണർച്ചയുടെ കാലമായിരുന്നു. നാടകങ്ങൾ, ബേബിയുടെ നാടകദീയ പോലുള്ള നാടകങ്ങൾ, അല്ലെങ്കിൽ രാമേന്ദ്ര മൊകേരിയുടെ അമ്മ സ്പർട്ടാക്കസ് മുതലായിട്ടുള്ള നാടകങ്ങൾ, മധുവിന്റെ പടയണി പോലുള്ള നാടകങ്ങൾ, മധുമാസ്റ്ററുടെ, അങ്ങനെയുള്ള ഒരുപാട് എല്ലാ രംഗത്തും ആ തരത്തിലൊരു ഉണർച്ച പ്രത്യക്ഷമായിരുന്നു. പക്ഷെ ആ ഉണർച്ചയ്ക്ക് ശേഷം അതിനോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഉണർച്ച മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മലയാള സാഹിത്യം വായിക്കുന്ന ഒരാളാണ്, ലോകസാഹിത്യം വായിക്കുന്ന ആളാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു പുതിയ ഉണർച്ച, പുതിയ ലാവണ്യബോധവും പുതിയ നീതിബോധവും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലുള്ളൊരു സാഹിത്യം ഒരു പക്ഷേ അത്
വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു, എഴുത്ത് ഒരു കരിയറായി മാറുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഒരു തരത്തിലുള്ള കരിയറിസം, അല്ലെങ്കിൽ തന്റെ പുസ്തകം ധാരാളമായി വിൽക്കപ്പെടണം, മറ്റു വിലത്തിൽ അതിന്റെ ഉള്ളടക്കത്തെക്കാളേറെ ആ തരത്തിലുള്ള ഒരു ആഗ്രഹം ഒരുപക്ഷെ കുറെ എഴുത്തുകാരിലെങ്കിലും കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയാൽ കൂടുതൽ വായിക്കപ്പെടും എന്നുള്ള ഒരു ധാരണയിൽ പലപ്പോഴും എത്തിപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമായി ഈ തരത്തിലൊരു അരാഷ്ട്രീയവൽക്കരണം എന്ന് തന്നെ അതിനെ വിളിക്കാം, മലയാള സാഹിത്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോഴും പലപ്പോഴും പുരോഗമന സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളാണ് ആ തരത്തിലെ രാഷ്ട്രീയ നോവലിസ്റ്റുകളോ കവികളോ ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ആ പുതിയ ആളുകൾ ഏറെയൊന്നും ആ തരത്തിലുള്ള രംഗത്തേക്ക് കടന്നു വരുന്നതായി കാണുന്നില്ല. എഴുത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നിലവിലെ ഇന്ത്യയിലെ സാഹചര്യത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എഴുത്തുകാരെ കൊല്ലുന്ന, അല്ലെങ്കിൽ എഴുത്തിനെ തന്നെ കൊല്ലുന്ന, എഴുതുന്നവരെ കൊല്ലുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ചോദ്യം ചോദിക്കുന്നവരെ അടിച്ചമർത്തുന്ന, അവരുടെ വാക്കുകളെ ഇല്ലാതാക്കുന്ന, ഇപ്പോൾ ഗൗരി ലങ്കേഷ് മുതൽ കുരിപ്പുഴ മാഷ് വരെ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളൊരു മൗലികാവകാശമായി കാണുന്ന ഇന്ത്യയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിലെ എഴുത്തിലേക്കുള്ള, അല്ലെങ്കിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അനാവശ്യമായ കടന്നുകയറ്റം, ഭരണകൂടത്തിന്റെയും ഭരണകൂടത്തിന്റെ പിണിയാളുകളുടെയും അനാവശ്യമായിട്ടുള്ള ഒരു കടന്നുകയറ്റം ഈ ഒരു എഴുത്തിനെ തന്നെ നശിപ്പിക്കാൻ പോകുന്നതല്ലേ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നാശത്തിലേക്കല്ലേ കൊണ്ടുചെന്നെത്തി? അതെ, അതിനെ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുന്നവരുണ്ട്. അതിന്റെ വെല്ലുവിളിയായി സ്വീകരിക്കുക എന്നാൽ അർത്ഥം ജീവൻ പോലും വെടിയാൻ തയ്യാറാവുക എന്നതാണ്. അതാണ് ഇക്കാലത്തെ വന്നിട്ടുള്ള വ്യത്യാസം. മുമ്പും ജീവൻ ത്യജിക്കാൻ തയ്യാറായ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നിരുന്നില്ല. അവർ ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുള്ള മനസ്സോടുകൂടിയാണ് എഴുതിയിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഗൗരിയുടെയോ അല്ലെങ്കിൽ കാൽബുർഗിയുടെയോ പൻസാരയുടെയോ അത്തരത്തിലുള്ള താവോൽക്കറുടെയോ ഒക്കെ ഉദാഹരണങ്ങൾ, കൊല്ലപ്പെട്ട ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്, ആക്രമിക്കപ്പെട്ട ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്, അല്ലെങ്കിൽ പല രീതികളിൽ കള്ളക്കേസുകളിൽ കുടുക്കി വലിയ വലിയ എഴുത്തുകാർ. ആനന്ദമൂർത്തിയൊക്കെ അവസാന കാലത്ത് ഞാൻ അവസാനം അദ്ദേഹത്തെ കാണുമ്പോൾ കാവൽ നിർത്തിയിരിക്കുകയാണ് അവിടെ. ആനന്ദമൂർത്തിയുടെ അവിടേക്ക് ആരാണ് പോവുകയും വരികയും ചെയ്യുന്നതെന്ന് അറിയൽ ഒരു ലക്ഷ്യമാണ്. ആനന്ദമൂർത്തിയെ രക്ഷിക്കുകയാണെന്ന് പറയുന്ന മറ്റൊരു പ്രത്യക്ഷ ലക്ഷ്യവും ഉണ്ട്. ഗിരീഷ് കർണാട് ആക്രമിക്കപ്പെട്ടു, ഹബീബ് തൻവീർ ആക്രമിക്കപ്പെട്ടു. അതുപോലെ ഒരുപാട് നമ്മുടെ പ്രധാനപ്പെട്ട ചലച്ചിത്ര അഭിനേതാക്കൾ, ചലച്ചിത്ര തിരക്കഥാകൃത്തുക്കൾ അങ്ങനെ ആക്രമിക്കപ്പെടാതിരിക്കുന്നത് അപമാനകരമായി തീരുന്ന ഒരു കാലമാണ്. ബെർത്തോൾട്ട് ബ്രിറ്റിന്റെ ഒരു കവിതയുണ്ട്. നാസി ജർമ്മനിയില് ഒരു പുസ്തകം തീയിടൽ നടന്നു, ബെർലിനിൽ വെച്ചാണ് നടന്നത്. അതിലെല്ലാ പ്രധാനപ്പെട്ട അന്നത്തെ എഴുത്തുകാരും മുമ്പത്തെ എഴുത്തുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കവി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എന്റെ പുസ്തകം തീയിട്ടില്ല, എന്റെ പുസ്തകം അത്ര മോശമാണോ എന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുന്നതായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. എതിർക്കപ്പെടാത്ത എഴുത്തുകാർ എന്തോ സത്യം പറയാത്തവരാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ ഭീകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്കും അത് നൽകുന്ന, അത് വാഗ്ദാനം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ തന്നെ എതിരായി നീങ്ങുന്ന ഒരു കേന്ദ്ര ഭരണകൂടം നമുക്ക് നിശ്ചയമായും ഉണ്ട്. അതിന് ചെറിയൊരു കടിഞ്ഞാൺ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ ഞാൻ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഏത് സമയത്തും വീണ്ടും തിരിച്ചു വരാവുന്ന തരത്തിൽ അടിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, വലതുപക്ഷത്തിലുള്ള പ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും തെളിയിക്കുന്നുണ്ട്. കേരളം പോലെ താരതമ്യേന മതേതരമായ ഒരു നാട്ടിൽ പോലും ഈ മതവർഗീയത വേരുപിടിക്കുന്നു എന്നതിന്റെ ഭീഷണമായൊരു ഉദാഹരണമാണ്. കേവലം ഒരു എഴുത്തിൽ മാത്രമല്ല, സിനിമയിലായാലും ശരി, അതുപോലെ നടിയുടെ ഡ്രസ്സിന്റെ പേരിൽ അവരെ സൈബർ ആക്രമണം, അത്തരൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്റെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് തന്നെ എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരു യുവ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് എന്ത് ഉപദേശമാണ് മാഷ് കൊടുക്കുന്നത്? ധീരമായി എഴുതുക, ഭയപ്പെടാതെ എഴുതുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളെല്ലാവരും അടിയന്തരാവസ്ഥ കാലത്തും അതിനെതിരെ എഴുതിയ ആളുകളാണ്. പിന്നീട് ഈ വലതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴും ഡൽഹിയിലിരുന്ന് അതിനെ നിരന്തരമായി എഴുതുകയും പ്രസംഗിക്കുകയും അവിടുത്തെ സമരങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ ആ രീതിയിൽ നിർഭയമായി എഴുതുക, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ സത്യസന്ധമായി വിളിച്ചു പറയുക. ഒരു കാലത്തും ഇന്ത്യയെ നാം വലതുപക്ഷവൽക്കരിക്കുകയില്ല എന്ന്, കേരളത്തെ നാം ഈ
പ്രതിലോമ ശക്തികളിൽ നിന്ന് രക്ഷിച്ചു നിർത്തുമെന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക, അതിനുള്ള ധൈര്യം കാണിക്കുക, അതിനാവശ്യമായ രീതിയിലുള്ള ഒരു ഭാഷ കണ്ടെത്തുക, അതിനാവശ്യമായ പ്രമേയങ്ങൾ കണ്ടെത്തുക, അതിന് സ്വന്തം രചന ജനങ്ങളിൽ എത്തുന്നതിനുള്ള എല്ലാ വഴികളും അവലംബിക്കുക. അതൊക്കെ ഇന്ന് കൂടുതൽ ലഭ്യമാണ് പുതിയ എഴുത്തുകാർക്ക്. ഇതെല്ലാമാണ് അവർക്കൊരു പക്ഷെ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഒരു സിനിമ ഇറക്കി വിജയിപ്പിക്കണമെങ്കിൽ അതിലൊരു ദൈവത്തെ കൂട്ടുപിടിച്ചാൽ മതി എന്നൊരു ചിന്ത ഇപ്പോഴുള്ള പല എഴുത്തുകാർക്കും അല്ലെങ്കിൽ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആദിപുരുഷാന്ന് തോന്നുന്നത് സിനിമ കളിക്കുന്ന ഒരു തിയേറ്ററിൽ ഒരു സീറ്റ് ഹനുമാന് വേണ്ടി മാറ്റി വെക്കണമെന്നുള്ള അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവങ്ങളെ തന്നെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ആരാധനാമൂർത്തികളെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റാനുള്ള ശ്രമം, സ്ഥാപിതമായിട്ടുള്ള ശ്രമം ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ശ്രീരാമനായാലും ശരി, ഗണേശനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഗണേശോത്സവം, അതെ, അത് മഹാരാഷ്ട്രയിൽ മാത്രം ഉണ്ടായിരുന്നൊരു ഉത്സവം, അത് കേരളത്തിന്റെ ഉത്സവമായിട്ട് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ നമുക്കൊരു അഷ്ടമി രോഹിണി ഉണ്ടായിരുന്നു അമ്പലങ്ങളിലൊക്കെ ചെറുതായിട്ട്. അതിപ്പോ വലിയ തോതിൽ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് മാറുന്നു, ശോഭായാത്രകൾ നടക്കുന്നു. ആ തരത്തില് നമ്മൾ മുമ്പ് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നിട്ടില്ലാത്ത ദേവതമാരെ പോലും, രാമൻ തന്നെ വാസ്തവത്തിൽ കേരളത്തിലെ തൃപ്പയാറുള്ള ഒരു ക്ഷേത്രം ഒഴിച്ചാൽ രാമന് വലിയ ക്ഷേത്രങ്ങളൊന്നുമില്ല. രാമാരാധന നമ്മളൊരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നിട്ടില്ല വാസ്തവത്തില്. പക്ഷെ അതൊക്കെ അത്തരം ബിംബങ്ങൾ തിരിച്ചു വരുന്നു. അതുമാത്രമല്ല, അത് ഒരു ശാന്തനായ രാമനോ അല്ലെങ്കിൽ സീതയുടെ വേർപാടിൽ കരയുന്ന രാമനോ അല്ല, യുദ്ധോദ്യുക്തനായ ഒരു രാമന്റെ ബിംബമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ആ രീതിയിൽ എന്തിനേയും ഉപയോഗിക്കാം. ദൈവങ്ങളെ മാത്രമല്ല, ദൈവങ്ങളെ, വിശ്വാസങ്ങളെ ഉപയോഗിക്കാം, മിത്തുകളുടെ അർത്ഥം മാറ്റിമറിക്കാം, ചരിത്രം മുഴുവൻ തന്നെ മാറ്റി എഴുതാം, ഗാന്ധിയുടെ സ്ഥാനം മുഴുവൻ സവർക്കർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗോഡ്സെക്ക് തന്നെ അത് പിന്നീട് കൊടുത്തു വിടുന്നില്ല. ഈ രീതിയിലുള്ള വലിയ തോതിലുള്ള ഇളക്കി മറിക്കലാണ് ഈ വലതുപക്ഷം തങ്ങളുടെ അധീശത്വം, ഹെഗമണി നേടുന്നതിന് വേണ്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ബോധം ഉണ്ടാവുക എന്നും അതിനെതിരായി ബദൽ ചരിത്രങ്ങൾ നിർമ്മിക്കുക, ബദൽ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പലപ്പോഴും ആലോചിക്കണം, നമ്മുടെ അമ്പലപ്പറമ്പുകളിലൊക്കെ പണ്ട് സാംബശിവന്റെയും അല്ലെങ്കിൽ കടാമംഗല സദാനന്ദന്റെയും ഒക്കെ പുരോഗമനപരമായ കഥാപ്രസംഗങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. ഇന്ന് മിക്കവാറും അമ്പലപ്പറമ്പുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ KPSCയുടെ നാടകങ്ങൾ, അതിനൊക്കെ പകരം ഇന്ന് മതപ്രസംഗങ്ങളോ ഏതെങ്കിലും സ്വാമിമാരുടെ ആത്മീയ പ്രഭാഷണങ്ങളോ ഒക്കെയാണ് നാം കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ മതേതരത്വത്തിന്റെ ഇടങ്ങൾ ചുരുങ്ങി വരികയും അല്ലെങ്കിൽ ആ ഇടങ്ങളെല്ലാം തന്നെ വലതുപക്ഷ പ്രചാരണത്തിന്റെ വേദികളായി മാറുകയും ചെയ്യുന്നുണ്ട്, നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള പ്രധാനമാണ്. ഈ സ്പേസുകൾ, ഈ ഇടങ്ങൾ തിരിച്ചു പിടിക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, എന്തിന് ലിബറൽ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലം ഒരു ഹിന്ദു മതത്തിനെ മാത്രമല്ല, ഇസ്ലാം മതത്തിലായാലും ശരി, ക്രൈസ്തവ മതത്തിലായാലും ശരി, ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അതിനെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഇത്തരത്തിലുള്ള പൗരോഹിത്യത്തിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഒരാശങ്ക ഉണർത്തുന്ന കാര്യം. തീർച്ചയായും വർഗീയതകളുടെ ഒരു പ്രത്യേകത, വർഗീയതകൾ പരസ്പരം പോഷിപ്പിക്കുന്നു എന്നതാണ്. മറ്റേ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ വർഗീയത വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് ഒരു വർഗീയത ഉയർന്നു വന്നാൽ സ്വാഭാവികമായും മറ്റു വർഗീയതകളും അതിന് ആനുപാതികമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതേസമയം ഞാൻ പലപ്പോഴും ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാചകം ഓർക്കാറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയത ഏറിയാൽ വിഭജനത്തിലേക്കേ നയിക്കുകയുള്ളൂ, എന്നാൽ ഭൂരിപക്ഷ വർഗീയത ഫാസിസത്തിന്റെ ഉറച്ച അടിത്തറയാണ് എന്ന്. അത് ഇന്ത്യയെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കേണ്ടെന്നേ അല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തരം വർഗീയതയും നാം എതിർക്കണം. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ഭൂരിപക്ഷ മതവർഗീയതയാണ്. അപ്പൊ അത് ഫോക്കസ് എവിടെയാണെന്നുള്ള പ്രശ്നം മാത്രമേ അതിലുള്ളൂ. എല്ലാറ്റിനെയും എതിർക്കേണ്ടതാണ്. പക്ഷെ ഒരു ആദ്യത്തെ അടി വീഴേണ്ടത് ഈ വലതുപക്ഷ ഹിന്ദുമത വർഗീയതയിൽ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ ലിബറൽ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷ ആശയങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് 2025 എന്നത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം എന്ന് വെച്ചാൽ RSSന്റെ സ്ഥാപനത്തിന്റെ 100 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്നത്തെ വിജയദശമി നാളിൽ ഈ ഒരു സംഘടന ഉണ്ടാക്കി വന്നത്. അപ്പോൾ ഇനി കേവലം ഒരു വർഷം മാത്രമാണ് ബാക്കി. അപ്പോൾ 2014 മുതൽ, അതിന് മുമ്പേ എത്രയോ മുതൽ തന്നെ അടിത്തറ പണിത് വെച്ചിട്ടുള്ളത് 2014 മുതൽ കെട്ടിപ്പൊക്കി വരികയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് മാഷ് പറയുന്നത്? അതെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപനം മുതൽ
നാം ഓർക്കണം, അതിന് ഗാന്ധി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര നേതാക്കളെല്ലാം തന്നെ തള്ളിപ്പറയുകയും അതിന്റെ അപകടം മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു. അപ്പൊ അന്ന് മുതൽ തന്നെ ആരംഭിച്ച അനുക്രമമായി വളർന്നൊരു തീവ്രവാദമാണ് നാം കാണുന്നത്. ആദ്യം ഒരു കേവല മതസംഘടന എന്ന നിലയ്ക്ക് വരുന്നു, പിന്നീട് അത് തീവ്രവാദമായി മാറുന്നു, പിന്നീട് ഹെഡ്ഗവാർ വരുന്നു, രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിക്കുന്നു. അങ്ങനെ കൂടുതൽ തീവ്രമായി വന്ന ഒരു ഹിന്ദുത്വത്തിന്റെ കഥ കൂടിയാണ് കഴിഞ്ഞ 100 വർഷത്തെ ഇന്ത്യയുടെ കഥ. അപ്പൊ അതുകൊണ്ട് നാം വളരെയധികം കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ ഈ ഈ കക്ഷി അല്ലെങ്കിൽ ഈ വിഭാഗം ഇന്ത്യയുടെ മതേതരത്വത്തെ, അതിൻ്റെ ബഹുസ്വരതയെ, അതിൻ്റെ അനേക സംസ്കാരങ്ങളും പ്രദേശങ്ങളും ഭാഷകളും സമീപനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന അതിൻ്റെ ബഹുത്വത്തെ, കാരണം അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം, തകർക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ചുമതല വസ്തുതയിൽ എല്ലാ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാരിലും അർപ്പിതമാണ് എന്ന് ഞാൻ കരുതുന്നു. എഴുത്തുകാർ സ്വാഭാവികമായും ഒരു സമൂഹത്തിന്റെ ശബ്ദങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു ചുമതലയും ഇക്കാര്യത്തിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ LGBTQ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്പേസ് കിട്ടുന്നു, അത് വലിയൊരു കാര്യമാണ്, ജനാധിപത്യത്തിന്റെ കൂടെ ഭാഗമാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പെണ്ണെഴുത്തുകൾ ധാരാളമായിട്ട് വളരുന്നൊരു കാലമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുടർന്ന് എഴുതുന്നു എന്നുള്ളൊരു ആശാവഹമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോഴുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തിലുള്ളത്. അത് എത്രത്തോളം ഗുണകരം അല്ലെങ്കിൽ അത് നിശ്ചയമായും ആ തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ എഴുത്ത്, ദളിത് എഴുത്ത്, അല്ലെങ്കിൽ ആദിവാസി എഴുത്ത്, LGBTQI എഴുത്ത്, ഇത് പ്രദേശം എഴുത്ത്, ഇതെല്ലാം തന്നെ സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പുതിയ മുന്നേറ്റങ്ങളാണ്. അവയ്ക്ക് അവയുടേതായ ഭാഷകളും അവയുടേതായ സ്ഥാനങ്ങളും കേരളീയ സമൂഹം നൽകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ വായനാ സമൂഹം പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എഴുത്തുകൾ സ്വീകരിക്കപ്പെടുകയും പലപ്പോഴും ആഘോഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഹിന്ദുത്വത്തിനെതിരായ യുദ്ധം ഒരു ഏകമുഖമായ യുദ്ധമല്ല, അനേകം സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് മാത്രമേ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പങ്കുണ്ട്. കാരണം പുരുഷാധിപത്യം ഫാസിസത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ ഉണർച്ച വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ലിംഗവിവേചനം, LGBTQI വിഭാഗങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന തരത്തിലുള്ള ലിംഗവിവേചനം, അതും ഫാസിസത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. ജർമ്മനിയിലും മറ്റും അത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റവും അധികം കൊല്ലപ്പെട്ട ആളുകൾ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ യഹൂദർ ആയിരുന്നു ജർമ്മനിയിൽ നിന്ന് നമുക്കറിയാം. പിന്നെ ഇത്തരത്തിലുള്ള ഈ പലതരത്തിലുള്ള ന്യൂനപക്ഷ ലൈംഗിക വിഭാഗങ്ങളും. അപ്പൊ അതുകൊണ്ട് ഇവരുടെ എല്ലാം ഉണർച്ച ഓരോ പുതിയ കവചങ്ങൾ എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ വലിയ വരവിനെതിരായിട്ടുള്ള ആയുധങ്ങളായിട്ട് അല്ലെങ്കിൽ കവചങ്ങളെങ്കിലുമായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ. സ്ത്രീ എഴുത്തുകാർക്കും അല്ലെങ്കിൽ പെണ്ണെഴുത്തിനും ഒക്കെ ഇത്രത്തോളം പ്രസക്തിയുള്ള ഈ ഒരു കാലത്തും സ്ത്രീകളെ അകറ്റി നിർത്തുന്ന ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ മീം പോലെയുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ ഈ സാഹിത്യത്തെ എത്രത്തോളം പിന്നോട്ടടിക്കും? അത് ആത്യന്തികമായി സാഹിത്യത്തെ പിന്നോട്ടടിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വാസ്തവത്തിൽ ഇത് കാണിക്കുന്നത് ഈ യാഥാസ്ഥിതികത മതങ്ങൾക്കകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. നബി എന്ന പ്രവാചകൻ ഒരിക്കലും ആ തരത്തിൽ ഒരു സ്ത്രീകളെയും പുരുഷന്മാരെയും വിഭജിക്കണം എന്നൊരാശയം ഞാൻ ഖുർആൻ വളരെ ശ്രദ്ധിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിൽ പിക്താവിന്റെ തർജ്ജമയിലും ഒക്കെ വായിച്ചിട്ടുള്ള ഒരാളാണ്. എങ്ങും പറയുന്നില്ല. നേരെ മറിച്ചാണ് സ്ത്രീകളെ സംരക്ഷിക്കുക, സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് നബി ജീവിതത്തിലും തൻ്റെ ഉപദേശത്തിലും ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ മതങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ഈ പ്രവാചകർ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ വിസ്മരിക്കപ്പെടുകയും പുരോഹിതർ ഈ മതങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തതാണ്. അപ്പൊ പുരോഹിത പ്രമാണിമാർ വളർന്നു വരുന്നു. ഈ പുരോഹിത അതിന് ഫൂക്കോ പാട്രിയാർക്കൽ പവർ എന്ന് പറയും. അതായത് ഒരു പാട്രിയാർക്കൽ പവർ ആണധികാരമാണ്. അതുപോലെ തന്നെ പാസ്റ്ററൽ പവർ, ഈ പുരോഹിതാധികാരം. അപ്പൊ പുരോഹിതാധികാരം വളർന്നു വരുന്നുണ്ട് എല്ലാ മതങ്ങളിലും. അപ്പോൾ ആ അധികാരമാണ് പലപ്പോഴും ഈ തരത്തിലുള്ള വിഭജനങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ പിറകെ ഒരുപാട് ആളുകളെ കൂട്ടുകയും അതിനുവേണ്ടിയുള്ള പലതരത്തിലുള്ള സന്നാഹങ്ങളും
സംഘടനകളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പുരോഹിതാധികാരത്തെ നിരാകരിക്കാൻ അതേ മതത്തിൽ തരപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ വിവേചനം അനുഭവിക്കുന്ന ആളുകൾ, ഈ ഇവിടുത്തെ ഈ പ്രത്യേക സന്ദർഭത്തിൽ മുസ്ലിം സ്ത്രീകൾ ഉദാഹരണത്തിന്, അവർ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ ആ വിവേചനം പൂർണ്ണമായിട്ട് അവസാനിക്കുകയുള്ളൂ. അത് അത് സംഭവിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുസ്ലിം സ്ത്രീകളുടെ വലിയ വളർച്ചയുണ്ട്, അവർ ധാരാളമായിട്ട് വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കാലം ഈ തരത്തിലുള്ള വിവേചനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളം പോലെ കൂടുതൽ കൂടുതൽ സാക്ഷരമായി വരുന്ന, വിദ്യ നേടി വരുന്ന ഒരു സ്ഥലത്ത്. നേരത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും സാഹിത്യ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് കേരളത്തിലേക്ക് വരികയാണ്. മാഷിന് എന്താണ് തോന്നുന്നത്, നിലവിലെ രാഷ്ട്രീയ സാഹിത്യ സാഹചര്യം കേരളത്തിൽ എത്രത്തോളം? കേരളത്തിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തെളിഞ്ഞതുപോലെ വലതുപക്ഷ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ ദൃശ്യമായും അതിനേക്കാളേറെ അദൃശ്യമായുമാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും അത് പ്രവർത്തിക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ആ ശബരിമല സ്ത്രീകളെ നിരോധിക്കുന്നതിനെതിരായിട്ട് ഗവൺമെന്റ് നീങ്ങിയപ്പോൾ അതിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഞങ്ങൾ കാത്തു നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയ ആ തരത്തിൽ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും കുടുംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും കുടുംബ കൂട്ടായ്മകളെ, അത് ഭൗതികമായ കൂട്ടായ്മകളാകാം അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളാകാം, ഇവയെ ഉപയോഗിച്ചുകൊണ്ടും സൈബർ മാധ്യമങ്ങളെ വളരെ ഭീകരമായ തോതിൽ ഉപയോഗിച്ചുകൊണ്ടുമാണ് ഇവിടെ കൂടുതലായിട്ടും. അതുകൊണ്ട് പലപ്പോഴും അടിയിൽ നിന്ന് വരുന്ന പോലെയാണ് തോന്നുക. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ അത് കണ്ടുവെന്ന് വരില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കുടുംബങ്ങൾക്കകത്തേക്ക്, എൻ്റെ കുടുംബം ഉൾപ്പെടെ ഏത് കുടുംബത്തേക്കകത്തേക്ക് നോക്കിയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ വലതുപക്ഷത്തിൽ നിന്ന് പ്രചോദനം നേടുന്നവരോ അല്ലെങ്കിൽ അതിനെ പ്രചോദിപ്പിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ. കുടുംബ രാഷ്ട്രീയം എന്നത് വളരെ പ്രധാനമായി മാറിയ ഒരു കാലമാണ്. കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ വിശ്വാസങ്ങൾ എങ്ങനെ മാറുന്നു, കുടുംബങ്ങൾ എങ്ങനെയാണ് ആടി ഉലയുന്നത്, ഈ ഒരു പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ വരവോടുകൂടി കുടുംബങ്ങൾ വിഭജിക്കപ്പെടുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് വിമോചനത്തിന്റെ രാഷ്ട്രീയമായാലും ആ രാഷ്ട്രീയം പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുടുംബങ്ങൾ ആണ് വലതുപക്ഷത്തിന്റെ പ്രധാന ആയുധമായി മാറുന്നത് എന്നതുകൊണ്ട് കുടുംബങ്ങളിലുള്ള ഒരു ഊന്നൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ലിബറൽ രാഷ്ട്രീയത്തിന് പോലും ഈ കാലത്ത് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ള. അത്ര പഴയതല്ലാത്ത ഒരു കാര്യം. മറ്റേ തരത്തിൽ പൊതു രംഗത്തുള്ള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുകയും എതിർക്കുകയും വേണം. പക്ഷെ ഇത് വളരെ ഒരു സ്ഥൂല രാഷ്ട്രീയം വേറെയുണ്ട്, സൂക്ഷ്മ രാഷ്ട്രീയം. ഈ സൂക്ഷ്മ രാഷ്ട്രീയമാണ് വളരെ വിപൽക്കരമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനൊക്കെ പിന്നിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന അധികം അതിൽ പ്രവർത്തിച്ചാൽ ഈ തരത്തിലുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകളാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യം, ഈ സ്ത്രീകൾ വളരെ ഗണ്യമായ തോതിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പിറകിൽ ഒരു പ്രത്യേകതരം അവരുടെ ഭർത്താക്കന്മാരോ അവരുടെ സഹോദരന്മാരോ ഒക്കെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമ്പോൾ പോലും ഇവർ വലതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. കാരണം പലപ്പോഴും വിശ്വാസങ്ങൾ ക്യാരി ചെയ്യുന്നത്, അതിനെ വഹിക്കുകയും പിന്നെ കുട്ടികളിൽ പകരുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇന്ന് വലതുപക്ഷം പിടിമുറുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ആ രംഗത്ത്, സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ രംഗത്ത് ഇടതുപക്ഷ രാഷ്ട്രീയവും ജനാധിപത്യ രാഷ്ട്രീയവും പ്രവർത്തിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ സാന ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട പുസ്തകങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ കുറച്ച് മാത്രമേ ഇരിക്കപ്പെട്ടു പോകുന്നുള്ളൂ. പക്ഷേ ട്രെൻഡ് സെറ്റർ പോലെയുള്ള ബുക്കുകളെല്ലാം തന്നെ ധാരാളമായിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ പോലത്തെ എഴുത്തിലെ രാഷ്ട്രീയതയെ തന്നെയല്ലേ ഇത്? നിശ്ചയമായിട്ടും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ സൈബർ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, നമുക്ക് അതിനെയൊക്കെ ഫോളോ ചെയ്താൽ അറിയാൻ പറ്റും. ഒന്നുകിൽ രാഷ്ട്രീയം ഇല്ലാത്തവരോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളോ ആയി മാറിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള എഴുത്തുകാരും അതേ സമയത്ത് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ എഴുത്തുകാരും ഈ വായനക്കാരും രണ്ടിടത്തും ഒന്നുകിൽ രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല. വാസ്തവത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിലപാടാണ്. വാസ്തവത്തിൽ അത് വലതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് ആയിരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും. അതുകൊണ്ട് ഈ രാഷ്ട്രീയമില്ലായ്മയെ വലതുപക്ഷ അല്ലെങ്കിൽ പ്രതിലോമ രാഷ്ട്രീയം എന്ന നിലയിൽ തന്നെ നമ്മൾ കാണുകയും കൈകാര്യം ചെയ്യുകയും വേണ്ടതുണ്ട്.
സാർ ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. അവരുടേത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. വളരെ ഈ നമ്മുടെ വ്യവസ്ഥിതിയെ പല രീതികളിൽ പല കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ സ്ത്രീവാദി മാത്രമല്ല, പലതരത്തിൽ നമ്മുടെ സമൂഹ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ്. അതുപോലുള്ള വലിയ എഴുത്തുകാർ നമുക്കുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഇന്ന് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ചും ഈ IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ യുവതികൾക്കിടയിൽ പ്രചരിക്കുന്നത് പലപ്പോഴും ഈ തരത്തിൽ വളരെ അനായാസമായി വായിച്ചു പോകാവുന്ന പുസ്തകങ്ങളാണ്. അതിന് ഒരു കാരണം ജീവിതത്തിന്റെ വേഗത്തിലുണ്ടായ വർധന കൂടിയാണെന്ന് ഞാൻ പറയും. സ്പീഡ് ഈസ് ദ എക്സ്റ്റസി ഓഫ് മോഡേൺ ലൈഫ് എന്ന് മിലാൻ കുന്ദേര എന്നുള്ള എഴുത്തുകാരൻ പറയുന്നുണ്ട്. ആ പുതിയ ജീവിതത്തിന്റെ അത്യാനന്ദം എന്ന് പറയുന്നത് ഈ വേഗതയാണ്. കൂടുതൽ വേഗം, അപ്പൊ കൂടുതൽ വേഗം പണം ഉണ്ടാക്കുക, കൂടുതൽ വേഗം ജീവിക്കുക, അങ്ങനെയുള്ള ആ വേഗതയിൽ നമ്മള് ധ്യാനിച്ചും ചിന്തിച്ചും വായിക്കേണ്ട പുസ്തകങ്ങൾക്ക് വായനക്കാർ കുറയുകയും അതൊന്നും ആവശ്യമില്ലാതാക്കുന്ന വളരെ ലളിതമായി അനായാസമായി തങ്ങൾ തൊഴിലിടത്തേക്ക് പോകുമ്പോഴോ ഒക്കെ വായിക്കാവുന്ന പുസ്തകങ്ങൾക്ക് കൂടുതലധികം വായനക്കാരുണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു അവസ്ഥ ഉണ്ട്. അത് ഈ IT മേഖലയിലെയൊക്കെ ഒരു വലിയ വിഭാഗം ഈ തരത്തിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന, അഥവാ നേരത്തെ പറഞ്ഞ പോലെ പ്രതിലോഭകരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ അതിൽ ഏറ്റവും സങ്കടകരമായി എനിക്ക് തോന്നുന്നത് അവർ സ്വന്തം അടിമത്തം പോലും തിരിച്ചറിയുന്നില്ല എന്നാണ്. പലപ്പോഴും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അഹോരാത്രം പണി, നമുക്കറിയാം സമീപകാലത്തുണ്ടായ ആത്മഹത്യയെക്കുറിച്ച്, അത് നമുക്കറിയാവുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ട് ആ തരത്തിൽ 18 മണിക്കൂറും ഒക്കെ പ്രവർത്തിക്കുക. അവർക്ക് വീട്ടിൽ പോലും സമയം കിട്ടുന്നില്ല, ഒരു സിനിമ കാണാനോ ഒരു പുസ്തകം വായിക്കാനോ സമയം കിട്ടുന്നില്ല. ഇങ്ങനെ അത് കാരണം കോർപ്പറേറ്റുകളുടെ ഒരു ലക്ഷ്യം അതുകൂടിയാണ്. ഇവർക്ക് ജോലി കൊടുത്തുകൊണ്ടേയിരിക്കുക, ചിന്തിക്കാനോ വായിക്കാനോ പ്രതികരിക്കാനോ ഒന്നുമുള്ള സമയം ഇല്ലാതാക്കുക. അത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിലും അത് കാര്യമായ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് ചിന്തിക്കാത്ത ഒരു സമൂഹത്തെ, കോർപ്പറേറ്റുകളുടെ അടിമകളാക്കി മാറാവുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വളരെ കൃത്യമായ ഒരു ഗൂഢപദ്ധതി ആ 16 പേജുകളിലുള്ള വിദ്യാഭ്യാസ പദ്ധതി, അത് മുഴുവൻ വായിക്കുകയും അതിൻ്റെ വിമർശനം ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയിലുണ്ട്. ഇവരെ മനുഷ്യരല്ലാതാക്കുക, ചോദ്യം ചെയ്യാനുള്ള അവരുടെ ശക്തി നശിപ്പിക്കുക, വിമർശന ശക്തി നശിപ്പിക്കുക, ആ രീതിയിൽ വിദ്യാഭ്യാസത്തെ പോലും മാറ്റിയെടുക്കാനുള്ള ഒരു യത്നം നടക്കുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സമൂഹത്തെ കൂടിയാണ് നമുക്ക് ജനാധിപത്യവാദികൾക്ക്, മതേതരത്വവാദികൾക്ക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾക്ക് സംബോധന ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എങ്ങനെയാണ് അത്തരം ഇടങ്ങളിൽ ചെന്നെത്താൻ കഴിയുക, അതിനെ പറ്റിയ സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ പഴയ രാഷ്ട്രീയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, പഴയ മുദ്രാവാക്യങ്ങൾ മാത്രം വിളിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഈ പുതിയതായി വരുന്ന 1-2 തലമുറകളെ നമുക്ക് സംബോധന ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായ രീതികൾ കാണണം. അതിനാവശ്യമായ രീതിയിൽ പുതിയ മാധ്യമങ്ങളെ മുഴുവൻ തന്നെ ഉപയോഗിക്കാൻ കഴിയണം. ആ തരത്തിലുള്ളൊരു ചിന്ത വേണ്ടത്ര ആഴത്തിൽ ഇടതുപക്ഷത്തുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും തീർച്ചയില്ല. അതിൽ ചില ചെറുപ്പക്കാർ ആലോചിക്കുന്നുണ്ടാവാം, പക്ഷേ ഇപ്പോഴും മിക്കവാറും പഴയ ശൈലിയിലുള്ള പ്രവർത്തനമാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ള ഭയം എനിക്കും. ഒരു കാര്യം കൂടെ, ഇപ്പോൾ യുവാക്കൾ കൂടുതലായിട്ട് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവർ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞു രാഷ്ട്രീയം എന്തിനാ, ഇനിയുള്ള ജനറേഷൻ രാഷ്ട്രീയം ഉണ്ടാവില്ല, അവർ ലൈഫ് ആഘോഷിക്കുകയാണ്, പവർ ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഇൻഫ്ലുവൻസേഴ്സ്. അത്തരത്തിലൊരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം എത്രത്തോളം അപകടകരം? നിശ്ചയമായും അത്തരമൊരു സമൂഹമാണ് ഇത്തരത്തിലുള്ള വലതുപക്ഷത്തിന്റെ അജണ്ടകൾ നടപ്പാക്കാൻ ഏറ്റവും എളുപ്പമായൊരു സമൂഹം. കാരണം പ്രതിരോധമില്ല, ചെറുത്തുനിൽപ്പില്ല. ഇതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വികസിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞ പോലെ 1 വർഷം കൊണ്ട് ഇത്രയേറെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ പോകുന്നു, ഈ തരത്തിലുള്ള പ്രസ്താവങ്ങളിൽ ആദ്യം വീണു പോകുന്നത് ഈ തരത്തിലുള്ള ആളുകളാണ്. അതിന്റെ സത്യം എന്താണെന്ന് പരിശോധിക്കാതെ, ഇവർ പറയുന്ന വല്ല പദ്ധതികളും നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, നിരക്ഷരത വർദ്ധിക്കുന്നു, ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു, ഇതൊക്കെയാണ് അടുത്ത കാലത്ത് വാസ്തവത്തിലുണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാത്ത വിധത്തിൽ അവരുടെ അടുത്തേക്ക് മറ്റൊരു തരത്തിലുള്ള പ്രചാരണം, ഈ പറയുന്ന സ്വാധീനികൾ എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വഴിക്ക് ഈ ചെറുപ്പക്കാരുടെ അടുത്ത് എത്തിച്ചേരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ, അല്ലെങ്കിൽ അതൊരു ചെറിയ ഒരു വിഭാഗം കൂടിയുണ്ട്. അവരെ സ്വാധീനിക്കുന്ന ആളുകൾ ആത്യന്തികമായി വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പേറുന്നവരും പുലർത്തുന്നവരും പ്രചരിപ്പിക്കുന്നവരും. ക്യാമ്പസ് രാഷ്ട്രീയം
കുറച്ചുകൂടെ പ്രസക്തമാവുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ആണ്. യുവാക്കൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്യാമ്പസുകൾ കൂടുതലായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതികളെ തെറ്റായ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നുണ്ട്, നല്ല എഴുത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ ക്യാമ്പസ് ഒന്നുകൂടെ ചലനാത്മകമാവണം. തീർച്ചയായിട്ടും വേണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 70കളിലൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പസുകൾ, ക്യാമ്പസ് കവിയരങ്ങൾ, ക്യാമ്പസ് തിയേറ്റർ, ക്യാമ്പസിൽ നിന്നുള്ള അനേകം മാസികകളും പ്രസിദ്ധീകരണങ്ങളും ആ തരത്തിലുള്ള ഒരു റീഅവൈക്കനിങ്, ഒരു രണ്ടാമത് ഒരു പുനർജാഗരണത്തിന് സമയമായി എന്നാണ്, സമയം മുമ്പേ തന്നെ ആയി കഴിഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇടയ്ക്കുള്ള പ്രവർത്തനം അതീവ പ്രധാനമായ ഒരു കാലമാണ് ഇത്. അതുകൊണ്ട് ആ തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അവരുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വഹിക്കാൻ കഴിയും. അവർ എന്ത് പുസ്തകം അവരിൽ പുസ്തകങ്ങൾ എത്തിക്കുന്നതിൽ, ആശയങ്ങൾ എത്തിക്കുന്നതിലൊക്കെ അവർക്ക് വലിയൊരു പങ്ക് വഹിക്കാം. ക്യാമ്പസ് മാഗസിനുകളെല്ലാം തന്നെ ഇതിൽ കുറച്ചുകൂടെ പങ്ക് വഹിക്കുന്നില്ല, കൂടുതൽ രാഷ്ട്രീയം സംസാരിക്കാനായിട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. ഏതാണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഐസക് തോമസും മറ്റും മാരാസിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളൊക്കെ അതിൽ എഴുതുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കോളേജ് വിദ്യാർത്ഥികളുടെ മാത്രമായിരുന്നില്ല അത്. ആ കാലത്ത് അവർക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ഒക്കെ ഒരു മുഖ മാസികകളോ പത്രങ്ങളോ ഒക്കെ കൂടിയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ക്യാമ്പസ് മാസികകൾ, ക്യാമ്പസിലെ ലഘുലേഖകൾ, ക്യാമ്പസിൽ നടത്തുന്ന പരിപാടികളും പ്രഭാഷണങ്ങളും, എങ്ങനെ ക്യാമ്പസ് സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ, ഇതിനെല്ലാം തന്നെ വലിയ തോതിൽ വിദ്യാർത്ഥിനികളെ സ്വാധീനിക്കാൻ കഴിയും. ഇത്രയധികം സമയം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.